കൊല്ലത്ത് യുവതിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതികളുമായി തെളിവെടുപ്പുണ്ടാകും. വാഹനം ഓടിച്ച അജ്മലിന്റെ ലൈസൻസ് ഉടൻ സസ്പെൻഡ് ചെയ്യും. അപകടശേഷം വാഹനം നിർത്താതെ പോയ പ്രതികളെ നാട്ടുകാർ പിടികൂടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ദിലീപ്, ഇപ്പോൾ വാഹനം സ്ത്രീയെ ഇടിച്ചിട്ട ശേഷം രക്ഷപ്പെടുത്താമായിരുന്നു, പക്ഷേ അവരുടെ മേലേക്ക് വണ്ടി കയറിയിറങ്ങുകയായിരുന്നു. അതിനുശേഷം ആ വാഹനം പോയി നിർത്തിയ സ്ഥലം അവിടെ നാട്ടുകാർ പിടികൂടുന്നു. പിന്നാലെ വന്ന നാട്ടുകാർ നിർത്തിക്കുന്ന ദൃശ്യമാണിപ്പോൾ കാണുന്നത്. ഈ രണ്ടു പേർക്കും കൊലക്കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ്. എന്താണ് പോലീസിൽ നിന്നും പുതിയ വിവരങ്ങൾ അറിയാനാകുന്നത്? സ്മൃതി, അപകടം വരുത്തിയ ശേഷം നിർത്താതെ പോയ കാറിൻ്റെ വേഗതയടക്കം ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്നാണ് ഈ വാഹനം എത്തുന്നതും പിന്നീട് നിയന്ത്രണം വിട്ട് ഒരു മതിലിനിടിക്കുന്നതും ഇരുചക്ര വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് അവരെ ഇറക്കുന്നതും മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. സംഭവത്തിൽ നടന്ന സ്ഥലത്ത് നമ്മളെത്തി കരുനാഗപ്പള്ളി, അത് മൈനാഗപ്പള്ളിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്ററോളം ഈ വാഹനം അമിത വേഗത്തിൽ നിയന്ത്രണമില്ലാതെ വരികയും പിന്നീട് ഒരു മതിലിടിച്ച് നിൽക്കുന്നു. ബൈക്ക് യാത്രക്കാർ ഇറങ്ങി ഇവരെ മർദ്ദിക്കുന്നു. പിന്നെ ഓടിക്കൂടിയ ഒരു വീട്ടിലേക്ക് അഭയം തേടാനായി ഇവർ രണ്ടുപേരും എത്തുന്നതും അടക്കം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ വീട്ടുകാരുടെ പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ മൊഴിയായി ശ്രീകുട്ടി പറഞ്ഞിരുന്നത് തൻ്റെ പക്കൽ നിന്ന് ആഭരണവും പണവും അടക്കം 8 ലക്ഷം രൂപയുടെ വസ്തുക്കൾ അജ്മൽ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. വിവാഹത്തിന് എടുത്തിരുന്ന സ്വർണം വരെ അജ്മൽ പണയം വെച്ച് പണം എടുത്തിരുന്നു എന്ന കാര്യങ്ങളടക്കം ഈ ശ്രീകുട്ടി പോലീസിന് മൊഴിയായി നൽകി. ഇതിൻ്റെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇവരുടെ രണ്ടുപേരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ ചന്ദ്രക്കടത്ത് കേസുകളിലടക്കം പ്രതിയായ ഈ അജ്മലിന് മറ്റേതെങ്കിലും കേസുകളിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അജ്മലിനെ മർദ്ദിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടും അജ്മൽ ഈ കാര്യത്തിൽ പരാതി നൽകുന്നുണ്ട്. കൂടാതെ ഇന്നലെ വൈദ്യപരിശോധനയിൽ അജ്മലിന് കാര്യമായി മർദ്ദനമേറ്റതായിട്ട് വൈദ്യപരിശോധനാ റിപ്പോർട്ടിൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെയാണ് പോലീസ് ഈ കാര്യം നടപടികളിലേക്ക് എടുത്തത്. അമിത വേഗത്തിൽ വിശദാംശങ്ങൾ നൽകിയത്.